പിക്ചറിൽ കാണുന്ന എക്യുപ്മെന്റ്സ് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഒന്നല്ലെങ്കിൽ വീട്ടിലുണ്ടാകും, അതുമല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാകും. എന്തൊക്കെയാണിത്? ഒന്ന് സ്റ്റെതസ്കോപ്പ്, ഒന്ന് തെർമോമീറ്റർ, then the other one is സ്കിപ്മോമാനോമീറ്റർ. സോ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സ്കിപ്മോമാനോമീറ്റർ നമ്മുടെ ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സ്റ്റെതസ്കോപ്പോ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൗണ്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ കേൾക്കാൻ. ആൻഡ് തെർമോമീറ്റർ ടു അസസ് അവർ ബോഡി ടെമ്പറേച്ചർ, നമ്മളുടെ ശരീരത്തിന്റെ ചൂടിന്റെ വ്യത്യാസം അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചുകളെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത്. സോ ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണ്, മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി. Methods that help to learn about the changes or the activities involved in brain. So these are the methods: ablation method, histological method, psychophysiological recording methods, electrical stimulation, chemical stimulation, stereotaxicalization, neuroimaging, and neuropsychological assessments. ഈ ഒരു മെത്തേഡ്സ് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതല്ലെങ്കിൽ ബ്രെയിനിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയത് പോൾ ബ്രോക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ്. ഹി വാസ് എ ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ്. 1861 ഒരു ദിവസം അദ്ദേഹത്തിന് അടുത്ത് വന്നിരുന്ന ഒരു സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള, സ്പീച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ബ്രെയിനിനെ പഠനം നടത്തി. അന്ന് അദ്ദേഹത്തിന് മനസ്സിലാവാൻ സാധിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ സ്പീച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് വരുന്ന പേഷ്യന്റിന്റെ ലെഫ്റ്റ് ഫ്രോണ്ടൽ ആയിട്ടുള്ള കോർട്ടെക്സിൽ ഒരു ഡാമേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടത്. സോ അഗെയിൻ ഹി എക്സാമിൻഡ് അതർ സ്പീച്ച് ഡിഫിക്കൽട്ട് പീപ്പിൾ. സോ മനസ്സിലാക്കാൻ സാധിച്ചത് ലെഫ്റ്റ് ഫ്രോണ്ടൽ കോർട്ടെക്സും നമ്മുടെ സ്പീച്ചുമായി എന്തോ ലിങ്ക് ഉണ്ട്. അങ്ങനെയാണ് ഹി ഡിസ്കവേർഡ് ദാറ്റ് ഏരിയ where the speech is residing, and that area has been given the name called Broca's area. കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് അല്ലെങ്കിൽ കളിച്ചിരിക്കുന്ന ഒരു കളിയാണ് മണ്ണ് മാന്തി അല്ലെങ്കിൽ കുഴിയപ്പം ചുട്ട് കളിക്കുക, ഇല്ലേ? അതിന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചിലപ്പോൾ ചിരട്ടയായിരിക്കും, ചിലപ്പോൾ കോലായിരിക്കും, ചിലപ്പോൾ കമ്പിയായിരിക്കും. അതിങ്ങനെ കുത്തി തുറന്ന് ഒരു വലിയ കുഴിയാക്കി. അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു ലീഷൻ ഉണ്ടാക്കുക, അതായത് ഒരു കുഴി ഉണ്ടാക്കുക, ഒരു ഡാമേജ് ഉണ്ടാക്കി പഠനം നടത്തുക. ആ ഒരു മെത്തേഡിനെയാണ് അബ്ലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ റിമൂവൽ ഓഫ് ബ്രെയിൻ ഏരിയ യൂസിങ് എ സർജിക്കൽ നൈഫ്. അപ്പൊ അവിടെ ഈ കോലിനും കമ്പിപ്പാരയ്ക്കും ഒക്കെ പകരം ഉപയോഗിക്കുന്നത് സർജിക്കൽ നൈഫാണ്, സർജറിക്ക് ഉപയോഗിക്കുന്ന നൈഫാണ്. ആൻഡ് ഈ അബ്ലേഷൻ മെത്തേഡിനെ 5 മെത്തേഡ്സ് ആയിട്ട് ഡിഫർ ചെയ്യിപ്പിച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് മോർ ഈസി ടു റിമെമ്പർ ഇൻ സച്ച് എ വേ ദാറ്റ് are you ready to knock out cats and nuts? So A for aspiration, R for radio frequency, K for knife cut, C for cryogenic blockades, N for nerve poison. എന്തൊക്കെയാണ് ഈ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആസ്പിറേഷൻ മെത്തേഡ്. ഇവിടെ എന്താണ് ബേസിക്കലി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു ഫൈൻ ആയിട്ടുള്ള നീഡിൽ, അതായത് ഒരു മുട്ടുസൂചി പോലെ ഇരിക്കുന്ന ലോങ് നീഡിൽ നമ്മളുടെ ഏത് ഭാഗത്താണ്, ബ്രെയിനിന്റെ ഏത് ഭാഗമാണോ പഠിക്കാൻ ഉപയോഗിക്കുന്നത് ആ ടിഷ്യൂവിൽ കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യാം. എന്നിട്ട് അവിടുത്തെ ഫ്ലൂയിഡിനെ വലിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒരു സ്ലൈഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്ലാസ്സിലെ റെക്ടാങ്കുലർ ആയിട്ടുള്ള പീസിനെയാണ് സ്ലൈഡ് എന്ന് പറയാം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിനെ മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൊണ്ടുപോയി പഠനം നടത്താൻ സാധിക്കുകയുള്ളൂ. Then it is being examined. So that technique is called as aspiration. The other one is radio frequency. ഇവിടെ എന്താണ് റേഡിയോ ഫ്രീക്വൻസി? റേഡിയോ വേവ്സിനെ നമ്മുടെ തലച്ചോറിന്റെ ഏത് ഭാഗത്തോട്ടാണോ അതിലേക്ക് കടത്തിവിടുന്നു. അപ്പൊ അവിടെ ഹീറ്റ് ആകുന്നു. Then that portion is becoming damaged. So this damaged area is being studied for further references. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം മാത്രം ആവില്ല കരിഞ്ഞു പോണത്, അതിന് ചുറ്റുമുള്ള എല്ലാ സെല്ലുകളും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഒരു മെത്തേഡിന്റെ ഡിഫക്റ്റ്, റേഡിയോ ഫ്രീക്വൻസി. ദ തേർഡ് വൺ ഇസ് നൈഫ് കട്ട്. ഇവിടെ എന്താണ്? സെക്ഷനിങ് ആണ്.
അതായത് നമ്മളുടെ നാഡി ഏത് ഭാഗത്തുള്ള ബ്രെയിനിന്റെ ഏരിയയിലാണോ ആ ഏരിയയിലെ നെർവിനെ കട്ട് ചെയ്ത് പഠിക്കുക. സോ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസ്. ഈ പിക്ചറിൽ കാണുന്ന പോലെ സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നൈഫ് പോലെ, അതായത് നമ്മൾ കത്തി പോലെ നേരെയുള്ള ഒരു നീഡിലാണ് നമ്മൾ ബ്രെയിനിലേക്ക് ഇൻസേർട്ടഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുമുള്ള ഏരിയ ഡാമേജ്ഡ് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. എന്നിട്ട് നമ്മൾക്ക് വേണ്ട ടിഷ്യൂ അതിനെ സക്ക് ഔട്ട് ചെയ്ത് പഠിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ക്രയോജനിക് ബ്ലോക്കേഡ്. ഇവിടെ എന്താണ് ക്രയോ പ്രോബ് എന്ന് പറയുന്ന ഒരു കുഞ്ഞി ട്യൂബ് നമ്മളുടെ ബ്രെയിനിലേക്ക് കടത്തിവിടുകയും അവിടെ എന്നിട്ട് മരവിപ്പിക്കുക, കൂൾ ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് അതിൻ്റെ അടിയിലുള്ള നെർവ് ടിഷ്യൂസ് എല്ലാം ഇനാക്റ്റീവ് ആകും. ഇല്ലേ, മരവിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ബാക്കിയുള്ള എല്ലാ നാഡീ വ്യവസ്ഥകളെല്ലാം മരച്ചു പോകും. ആൻഡ് ദാറ്റ് പോർഷൻ ഹസ് ബീൻ ലേൺഡ്. അടുത്തതായി നെർവ് പോയ്സൺ. നെർവ് പോയ്സൺ മെത്തേഡിൽ പോയ്സൺ എന്ന് പറഞ്ഞ ടേം പോലെ തന്നെ ഇവിടെ കുറച്ച് കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്. കെമിക്കൽസ് ലൈക്ക് ആസ്കാനിക് ആസിഡ് ഓർ ഐബോടെനിക് ആസിഡ്. ഈ നെർവ് പോയ്സൺ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള കെമിക്കൽസ് നമ്മളുടെ ബ്രെയിൻ ടിഷ്യൂവിലേക്ക് ഇൻജെക്ട് ചെയ്യുകയും ആൻഡ് a lesion is being created, and this is being learned. So these are the 5 methods that is used in the ablation method technique. ഷെർലക് ഹോംസ് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് നോവൽ വായിക്കാത്തതായ ആരും തന്നെ ഉണ്ടാവില്ല. ആ നോവലിൽ ആ ക്യാരക്ടറിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് പലതും കടന്നു വരും. ചിലപ്പോൾ അദ്ദേഹം സ്ഥിരമായി വെക്കുന്ന ഹാറ്റ് ആയിരിക്കും, അതും അല്ലെങ്കിൽ ആ ലോങ് കോട്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന മാഗ്നിഫൈങ് ലെൻസ്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ മാഗ്നിഫൈഡ് ആയിട്ട് എല്ലാ മൈക്രോ ആയിട്ടുള്ള ടിഷ്യൂസ് അത്ര ഫോക്കസ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും ചെറിയ ടിഷ്യൂസിനെ പഠിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്. സോ ദിസ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി അബൌട്ട് ബ്രെയിൻ. ഹിസ്റ്റോളജിക്കൽ മെത്തേഡിൽ ഇതുപോലെ തന്നെ പല സ്റ്റെപ്പുകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഫിക്സേഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടിഷ്യൂവിനെ ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു ഫിക്സേറ്റീവ് ഉപയോഗിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുകയാണ്, അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടിഷ്യൂ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പായി നമ്മൾ ചെയ്യുന്നത് ഫ്രീസിങ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഡിപ്ഡ് ഇൻ എ ഷുഗർ സൊല്യൂഷൻ, അല്ലേ? അപ്പോൾ ഷുഗർ സൊല്യൂഷനിലേക്ക് അതിനെ ഡിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ആ പറയുന്ന ബ്രെയിൻ ടിഷ്യൂവിനെ നമ്മൾ കട്ടിയാക്കിപ്പിക്കുക. ഇറ്റ് ഈസ് വെരി സ്മൂത്ത് ആയിരുന്നു, പക്ഷെ അതിനെ നമ്മൾ ഹാർഡ് ചെയ്യിപ്പിക്കുക. സോ ദാറ്റ് വി കുഡ് സ്ലൈസ് ദ ടിഷ്യൂ. സ്ലൈസ് ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അതിന്റെ ആ ഡീറ്റെയിൽ ആയിട്ട് അതിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നെർവ്സ് ആണ് ഉള്ളത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അതിന് എൻഹാൻസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അതിന്റെ സെൽ ബോഡീസ് എവിടെയാണ്, എന്തൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലിനകത്തുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഹാർഡൻ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്, ഫ്രീസിങ്. So the third step is emptying. ഇവിടെ പാരഫിൻ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനിൽ ഈ കട്ടിയായി കിട്ടിയിരിക്കുന്ന ടിഷ്യൂനെ നമ്മൾ കവർ ചെയ്യുന്നു, എന്നിട്ടാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്കറിയാം ബ്രെയിൻ ടിഷ്യൂസ് ഭയങ്കര ഡെലിക്കേറ്റഡ് ആണ്. നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡീജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റെപ്പിലായ ഫിക്സേഷനിൽ നമ്മൾ ഫോർമാലിൻ മുക്കുന്നത്. അതുപോലെ തന്നെ എംപട്ടിംഗിൽ we are covering it with a solution. For this practice, you are going to need paraffin, gloves, various size molds, your forceps, and your cassettes. We also sometimes use plastic molds as well as the metal molds. Turn on the cold plate to your embedding center. At this time, you're also going to make sure that the temperature
of your paraffin is where it's supposed to be. 61 degrees is where ours is set. You also want to ensure that your paraffin chamber is full of paraffin. Place your empty cassettes in the paraffin reservoir in numerical order. Carefully open one cassette at a time, maintaining the specimen integrity. Choose the appropriate size mold, keeping aware of your size restrictions of the tissue. Place a small amount of paraffin in your mold. Orient your tissue correctly in the mold, being certain all tissue is on one plane parallel to the bottom of the mold. For example, your tissue may need to be on edge, on end, or the epithelium may need to be facing all in the same direction. Allow the hot paraffin to cool only long enough to anchor the tissue in place. Place your cassette top over the mold and completely fill with paraffin. Set the combined mold and cassette onto the cold plate neatly and in order. Immediate and rapid solidification of the paraffin block is desired in order to facilitate sectioning and to prevent the tendency to form large crystals in the wax. When the paraffin is sufficiently solidified, remove the block from the mold. Clean your block of excess paraffin without compromising the patient information on the block, and place in order in a box. And the next step is staining. Staining എന്ന് പറയുമ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യുന്ന പോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന ഓരോ സ്ലൈഡുകൾ, അതായത് സ്ലൈസ്ഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ നമ്മൾ കളർ കൊടുക്കുകയാണ്. സോ ദാറ്റ് വി കുഡ് ഐഡന്റിഫൈ വാട്ട് ഇസ് ഇറ്റ് ആൻഡ് വാട്ട് ഇസ് നോട്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി, ഓരോ സെല്ലിനെയും അതിന്റെ സ്ട്രക്ചറുകളെയും നെർവിന്റെ ഷേപ്പിനെയും നെർവിനകത്തുള്ള ആക്സോൺസിനെയും എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാർക്കനിങ് ഓർ കളറിംഗ് ഫീച്ചറിനെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. സോ ആ മെത്തേഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിസിൽ സ്റ്റെയിൻസ് സെൽ ബോഡീനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മൈലിൻ സ്റ്റെയിൻസ് നാഡീവ്യൂഹത്തിലെ മൈലിൻ ഷീറ്റുകളെയും ആക്സോണുകളെയും എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഗോൾഗി കോസ്റ്റെയിൻസ് അതുപോലെ തന്നെ നമ്മളുടെ സെൽ ബോഡിയുടെ അകത്തുള്ള സ്ട്രക്ചേഴ്സിനെയും ഒരു കംപ്ലീറ്റ് നെർവിനെയും എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് മെത്തേഡിലേക്ക് വരും മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ഒരു ആപ്പിൾ വാച്ച് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഒരു 2-3 years ആയിട്ട് വളരെ ട്രെൻഡിങ് ആണ്. ആൻഡ് ഹാവ് യു എവർ തോട്ട് ദാറ്റ് ഹൗ ക്യാൻ എ വാച്ച് ഡിറ്റക്ട് എ ഹാർട്ട് ബീറ്റ്, അല്ലെങ്കിൽ എ പേഴ്സൺസ് ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ദാറ്റ് ദ പേഴ്സൺ ഹാഡ് വാക്ക്ഡ്? എങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക എന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ ബ്രെയിനിന് അകത്തോട്ട് ഓരോ ഇൻസ്ട്രുമെന്റ്സിനെയും അല്ലെങ്കിൽ നീഡിൽസിനെയും സിറഞ്ച് ഇഞ്ചെക്ഷൻസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മളുടെ ബോഡി ഫിസിക്കൽ ആയിട്ടുള്ള ഔട്ടർ ബോഡിയിൽ നിന്ന് നമ്മളെ ബ്രെയിൻ വേവ്സിന്റെ അല്ലെങ്കിൽ ബ്രെയിനിലെ വ്യത്യാസങ്ങളെ പഠിക്കുന്നത്. So that is the next method, psychophysiological recording methods. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെത്തേഡിനെ നോൺ ഇൻവേസീവ് വേ എന്ന് പറയുന്നത്. So that is not happening inside the skull or inside the brain. It is happening outside the skull. So it is without inserting anything. The first method is electroencephalography. So electroencephalography എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ബ്രെയിനിൽ ഉള്ളതിനെ റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡാണ്. അതൊരു ഇലക്ട്രോഎൻസെഫലോഗ്രാഫ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ്. ആ ഒരു ടെക്നിക്കിനെയാണ് ഇലക്ട്രോഎൻസെഫലോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെഷീനിൽ നമ്മളുടെ ബ്രെയിൻ, അതായത് നമ്മളുടെ തലേനെ കുറെ എന്താ പറയാ സ്വിച്ചുകൾ വെച്ചിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ നമ്മളുടെ ബ്രെയിൻ ആക്റ്റീവ് ആവണ അനുസരിച്ച് ഈ പറയുന്ന മെഷീൻ അത് റീഡ് ചെയ്യുകയും ആൻഡ് ദാറ്റ് ഈസ് ബീങ് ഗിവൺ ഔട്ട്. സോ ആ ഒരു ഗ്രാഫിനെ ഇലക്ട്രോഎൻസെഫലോഗ്രാഫ് എന്നാണ് പറയുന്നത്, ആ റീഡിങ്ങിന്. മാഗ്നെറ്റോ എൻസെഫലോഗ്രാഫി, MEG, അവിടെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്സ് നമ്മളുടെ ബ്രെയിനിന്റെ, അതായത് തലയുടെ പുറത്ത് കൊടുക്കുവാണ്. സോ ദാറ്റ് ഈസ് ബീൻ സറൗണ്ടഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ്സ് ആൻഡ് the change in neural pattern is being learned. The next method is electromyography.
ഇത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പോയിരിക്കുന്നവർക്ക് സുപരിചിതമായ ഒരു ടെക്നിക്ക് ആയിരിക്കും. മസിൽസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റിൽ അത് റീഡ് ചെയ്യും. ഫിസിയോതെറാപ്പി ഒക്കെ പോകുമ്പോൾ അവർ കുറെ ഇലക്ട്രോഡ്സ് നമ്മളുടെ ബോഡിയിലേക്ക് സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് വെക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ ബോഡിയുടെ പുറത്തായിട്ട് ഇങ്ങനെ ഒരു മെഷീനും ഡിഫറെന്റ് ആയിട്ടുള്ള വയേഴ്സും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് മൂവ്മെന്റ് അനുസരിച്ച് ദാറ്റ് മെഷീൻ റെക്കോർഡ്സ് how or which part of the brain is controlling and what are the changes in the brain that is happening and all of that. So muscle tension is recorded in electromyogram. That is the name of the device and the technique is called as electromyography. So electrooculography എന്ന് പറയുന്നത് eye movements നെ റെക്കോർഡ് ചെയ്തിട്ടാണ്. So the device used here is electrooculogram. EOG എന്ന് പറയുന്ന ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. And where they are studying the movement of eyes. അതിനനുസരിച്ച് which are the areas in the brain that is being active and which is not inactive എന്നുള്ളത്, which is not active എന്നുള്ളതിനെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. സോ ഞാനിപ്പോ നിങ്ങളെ കാണുമ്പോ, അതല്ല ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനെ കാണുമ്പോ, ഞാൻ ഉറങ്ങുമ്പോ, ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോ, മുകളിലോട്ട് നോക്കുമ്പോ ഏതൊക്കെ ഏരിയ ഓഫ് ബ്രെയിൻ ആണ് ആക്റ്റീവ് ആവുന്നത് എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈസിലി പറ്റും. ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റി ഇത് നമ്മളുടെ സ്കിന്നിന്റെ ചേഞ്ചസിനെ മെഷർ ചെയ്യുന്ന മെത്തേഡാണ്. അതായത് നമ്മൾ ആങ്സിയസ് ആവുമ്പോൾ നമ്മളുടെ സ്കിൻ സ്വെറ്റ് ചെയ്യുന്നു, നമ്മൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്കിന്നിന്റെ ടെക്സ്ചർ മാറുന്നു, നമ്മൾ ഇമോഷണൽ ആവുമ്പോൾ ഡിഫറൻസ് വരും. സോ ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ്. 2 മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോഡെർമൽ ആക്ടിവിറ്റീസിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് സ്കിൻ കണ്ടക്ടൻസ് ലെവൽ SCL ആൻഡ് സ്കിൻ കണ്ടക്ടൻസ് റെസ്പോൺസ് SCR. സോ നമ്മളുടെ ഫിംഗേഴ്സിൽ ഇതുപോലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള വയേഴ്സ് കണക്ട് ചെയ്തിട്ട് and the changes have been studied while we are anxious or while we are emotional, anger ഒക്കെ ആയിരിക്കുമ്പോൾ പഠിക്കുന്നു. This picture, can you relate to anything? എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഒരു ഇലക്ട്രിസിറ്റി എന്താ പറയാ ടവർ ഉണ്ട് ഇല്ലേ, ഇലക്ട്രിസിറ്റി ഉണ്ട്, and there is something, a machine where something is being, ഒരു വേവ് പോലത്തെ എന്തോ റെക്കോർഡിംഗ് ഉണ്ട്. So the next method that we are going to look is electrical stimulation. Electricity ഉപയോഗിച്ച് the brain areas or the brain is being stimulated in order to gain information about the different neural activities. So ഇവിടെ എന്താണ്, നമ്മളുടെ ബ്രെയിനിന് പുറത്ത് കുറച്ച് ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ മാക്രോയും മൈക്രോയും ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചുകളെ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണിത്. ഓസ്കിലോസ്കോപ്പ്, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് മെഷീൻ. അവിടെ എന്താണ്, നമ്മളുടെ നെർവ്, അതായത് ഒരു പെർട്ടിക്കുലർ നാഡിയുടെ ചേഞ്ചസിനെ റെക്കോർഡ് ചെയ്യുന്നു. അതപ്പോ ഏത് ഭാഗത്ത് വേണമെങ്കിലും ആവാം, ലെഫ്റ്റ് ആകാം, റൈറ്റ് ആകാം, ഫ്രണ്ടിലുള്ളതാകാം, ബാക്കിലുള്ളതാകാം, ഏത് ഭാഗത്തെ നെർവിനെ വേണമെങ്കിലും ആകാം. And this electrical recording is done per unit time. Okay, that machine is called as oscilloscope. And the second machine is ink writing oscilloscope. That is almost equivalent to EEG, where the wave changes are recorded in a sheet of paper. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിനിലുള്ള ആക്ടിവേഷനും ഇൻആക്ടിവേഷനും അനുസരിച്ച് ആ പേപ്പറിൽ ഒരു ഇങ്ക് മാർക്ക് ചെയ്യുന്ന പോലെ that has been automatically recorded. സോ EEGs ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഉറക്കത്തില് ഇപ്പൊ എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. കൊളീഗിന്റെ മകൻ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുമായിരുന്നു. അപ്പൊ ഞെട്ടി എണീക്കുന്ന കാരണം അവനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇതെന്താ ഇങ്ങനെ നെട്ടണേന്ന് അറിയില്ല. ഈവൻ ദോ ദ മദർ ആൻഡ് ഫാദർ ഇസ് സ്ലീപ്പിംഗ് നെക്സ്റ്റ് ടു ഹിം, ഹി ഈസ് നോട്ട് അലോൺ. അപ്പൊ ഇങ്ങനെ ഞെട്ടി പോകേണ്ട കാര്യമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വിൽ ടേക്ക് എൻ EEG. You have to come to the hospital and stay at hospital. ഒരു ദിവസം ഇവൻ ഉറങ്ങുമ്പോ ഇവന്റെ
ബ്രെയിൻ വേവ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. സോ എന്തെങ്കിലും ഡിഫിക്കൽട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ ഈ ബ്രെയിൻ വേവ്സിന് സംഭവിക്കുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആൻഡ് ഈ മാം ആ കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആൻഡ് ദ EEG വാസ് ടേക്കൺ. സോ സ്ലീപ്പ് ടൈമിൽ പോലും നമ്മുടെ ബ്രെയിനിന്റെ ഏത് ഭാഗങ്ങളാണ് ആക്റ്റീവ് ആകുന്നത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്, ന്യൂറൽ കണക്ഷൻസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, ഒരു സിഗ്നൽ നാഡിയിൽ നിന്ന് മറ്റു നാഡിയിലേക്ക് പോകുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അത് ഭയങ്കര സ്പീഡിലാണോ പോകുന്നത്, പതുക്കെയാണോ പോകുന്നത്, അല്ലെങ്കിൽ പോകുന്നില്ലേ, ഏതെങ്കിലും ഭാഗത്ത് പോകുന്നില്ലേ എന്നുള്ളതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദിസ് മെത്തേഡ് അല്ലെങ്കിൽ ദിസ് മെഷീൻ ഈസ് യൂസ്ഡ് to identify the different portions of the brain that has been affecting by seizures. അപസ്മാരം കൊണ്ട് നമ്മളുടെ ഏത് ഭാഗത്തുള്ള ബ്രെയിനിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ ആക്ടിവേഷൻ എന്നൊക്കെ ഈ ഒരു മെഷീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് കമ്പ്യൂട്ടർ ഇസ് ദി അനദർ ടെക്നിക് വേർ ഇറ്റ് ഇസ് ബീൻ ഡിസ്പ്ലേഡ് as we have everything seen on the computer. The next method is chemical stimulation. Electrical stimulation chemical stimulation basic ആയിട്ടുള്ള ഡിഫറൻസ് അവിടെയാണ്. Electrical stimulation electrical ആയിട്ടുള്ള stimulus ആണ് is used to study the brain and the neural activity. ഇവിടെ എന്ന് പറയുമ്പോൾ കെമിക്കൽ ആയിട്ടുള്ള സ്റ്റിമുലസിനെയാണ് ഉപയോഗിക്കുന്നത്. So majorly drugs are ഉപയോഗിക്കുന്നത്, and that is being injected either to the stomach or any other fatty tissue or in the vein, so that the drug is being taken into the body and the different changes are studied. ഇത് basic ആയിട്ടും animals ൽ പഠനം നടത്തുന്ന ഒരു method ആണ്. The chemical activities is assessed based on various techniques. So ആദ്യമേ തന്നെ 2-deoxyglucose technique, 2DG ടെക്നിക്. അവിടെ റേഡിയോ ആക്റ്റീവ് ഡ്രഗ് നമ്മളുടെ ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്യുകയും ആ റേഡിയോ ആക്റ്റീവ് ഡ്രഗ് ഒരു നമ്മളുടെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആക്റ്റീവ് ആവുന്നതനുസരിച്ച് we could identify which are the brain areas that is involved in activity. The next one is audiography. Slices are coated with photographic emulsion. അതായത് നമ്മൾ ഒരു ഫിലിം ഫോട്ടോ, പണ്ടത്തെ ഈ പറയുന്ന ഡിജിറ്റൽ ക്യാമറ വരുന്നതിന് മുന്നേ ഫിലിം ഇട്ട് അല്ലെങ്കിൽ ഫിലിം ഉപയോഗിച്ചെടുത്തിരുന്ന ക്യാമറ പോലെ തന്നെ ഇവിടെ ഒരു കോട്ടിംഗ് ആണ് ഉണ്ടാക്കുന്നത്, ഓട്ടോ റേഡിയോഗ്രഫി. സോ നമ്മൾ റേഡിയോ ആക്റ്റീവ് ഡ്രഗിനെ പറ്റി പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ദാറ്റ് ഇസ് അറ്റാച്ച്ഡ് വിത്ത് ഇറ്റ് ഇസ് ഓട്ടോ റേഡിയോഗ്രഫി. അവിടെ എന്താണ്, ഈ പറയുന്ന സ്ലൈസസ് ഓഫ് ദി ബ്രെയിൻ ടിഷ്യൂനെ എടുത്തിട്ട് അതിനെ നമ്മൾ ഫോട്ടോഗ്രാഫിക് ഇമേഴ്ഷൻ കൊണ്ട് കവർ ചെയ്യാണ്. അപ്പൊ അതൊരു ഫിലിം മോഡലായിട്ട് വരുന്നു. അപ്പൊ ന്യൂറൽ ആക്ടിവിറ്റി ഉള്ള ഭാഗം ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആവുന്നു. ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് സെറിബ്രൽ ഡയാലിസിസ്. അവിടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നു. ആ ട്യൂബ് നമ്മൾ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുമ്പോൾ കുറച്ച് ന്യൂറോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. ആൻഡ് വി കുഡ് ലേൺ വിച്ച് ആർ ദി ഏരിയാസ് ദാറ്റ് ഇസ് ഇൻവോൾവ്. അതായത് ഈ പറയുന്ന ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, അതല്ലെങ്കിൽ ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുകയാണ്, ഒരു ബുക്ക് വായിക്കുകയാണ്. സോ ആ സമയങ്ങളിൽ ഈ ട്യൂബ് വഴി ന്യൂറോ കെമിക്കൽ ആയിട്ടുള്ള ഇമ്പൾസസ് റിലീസ് ഔട്ട് ആവുകയും അങ്ങനെ വി കുഡ് ഐഡന്റിഫൈ വിച്ച് ആർ ദ ബ്രെയിൻ ഏരിയാസ് ദാറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ സ്റ്റഡി. ദ നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഇൻ വൈവോ വോൾട്ടമെട്രി. സോ അവിടെ ഈ പറയുന്ന ന്യൂറോ കെമിക്കൽസിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ്. ഈ സെയിം പ്രൊസീജിയർ പോലെ തന്നെയാണ് എന്താ പറയാ, ഡ്രഗ്സ് ബോഡിയിലേക്ക് ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോൾ ന്യൂറോ കെമിക്കൽസ് റിലീസ്ഡ് ഔട്ട് ആകും. ആൻഡ് ദാറ്റ് ഈസ് ബീൻ സ്റ്റഡീഡ്. ഇമ്മ്യൂണോസൈറ്റോകെമിസ്ട്രി ആൻഡ് വേർ they could locate the presence of neuroproteins inside the brain. Microiontophoresis, where injection of charged particles or charged molecules is being done. Next method lote namukku move cheyam. Adu parayum munne let me ask you something. നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മളുടെ കാല് സ്വെല്ലിയോ കൈ സ്വെല്ലിയോ അതല്ല ഒരു ഫ്രാക്ചർ ഉണ്ടായി കഴിയുമ്പോൾ ഡോക്ടേഴ്സ് എന്താണ് യൂഷ്വലി പറയാറ്? എക്സ്റേ എടുക്കാൻ. എന്തിനായിരിക്കും അത്? ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ വിച്ച് ഏരിയ ഓഫ് ദി ബോൺ ഇസ് ബീങ് ഫ്രാക്ചേർഡ് ഓർ ഡാമേജ്ഡ്
എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജിന് വേണ്ടിയിട്ടാണ് വി ടേക്ക് എക്സ്റേസ്. So as mentioned in the picture, so it is just a sarcastic picture where you can see a skeleton of a woman who is wearing heels, and she is being waiting for the X-ray to come, right? So which is the next method? Neuroimaging or brain imaging. So നമ്മളുടെ ബ്രെയിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ബ്രെയിനിന്റെ ഒരു ഇമേജ് എടുക്കുകയാണ്, like an X-ray. So neuroimaging technique basically it is used to study about the structure of brain. അത് നമ്മളുടെ ഒരു ഡിസീസസിനെ ഡയഗ്നോസ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് ദാറ്റ് ഓൾസോ ഹെൽപ് ടു നോ അബൌട്ട് ദി ഫങ്ഷൻ ഓഫ് ദി ബ്രെയിൻ. ഇറ്റ് ഓൾസോ help to diagnose brain damage അല്ലെങ്കിൽ brain injury. ഒരു ആക്സിഡന്റിന് ശേഷം ഏത് പോർഷൻ ഓഫ് ദി ബ്രെയിൻ ആണ് കൂടുതൽ ഡാമേജ്, അവിടുത്തെ ഏത് ആക്ടിവിറ്റി ആണ് ഡിഫേർഡ് ആയിരിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. സോ ന്യൂറോ ഇമേജിംഗ് ടെക്നിക്സ് ഡിഫറെന്റ് ടൈപ്പ് ആണ്. ആദ്യമേ തന്നെ എക്സ്റേ ടെക്നിക് നമ്മൾ മെൻഷൻ ചെയ്ത പോലെ എക്സ്റേ ഉപയോഗിച്ച് തന്നെ ബ്രെയിനിനെ ഇമേജ് ഐഡന്റിഫൈ ചെയ്യണം. സോ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഇതിലുള്ളത്, കൺവെൻഷണൽ മെത്തേഡ് ആൻഡ് കോൺട്രാസ്റ്റ് എക്സ്റേ മെത്തേഡ്. കൺവെൻഷണൽ മെത്തേഡ് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡ് ആണ്. അവിടെ അപ്പൊ നമ്മളുടെ ബ്രെയിനിന്റെ സ്ട്രക്ചർ മാത്രം, പുറമേ ഉള്ള സ്ട്രക്ചർ മാത്രമേ കിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ആക്ടിവിറ്റി ആണ് ഏതൊക്കെ ഏരിയ ആണ് എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതേസമയം കോൺട്രാസ്റ്റ് എക്സ്റേ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ സെറിബ്രൽ വെൻട്രിക്കുലാർ സിസ്റ്റത്തിനെയും സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും പറ്റി കൂടുതലായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ സെറിബ്രൽ ആൻജിയോഗ്രാംസ് അത് തന്നെയാണ്, വേർ the image could localize the vascular damage. നമ്മൾ ട്യൂമേഴ്സ് ഏത് ഭാഗത്താണ്, ബ്രെയിനിന്റെ ഏത് ഭാഗത്താണ് ട്യൂമർ ഉള്ളത്, അത് കാരണം ഏതൊക്കെ ഫങ്ഷൻസ് ഉണ്ടായിട്ട് ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്, സർക്കുലേറ്ററി സിസ്റ്റം ഏതൊക്കെ നെർവ് ആണ് ഡാമേജ്ഡ് ആയിരിക്കുന്നത് എന്നെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ കോൺട്രാസ്റ്റ് എക്സ്റേ മെത്തേഡിൽ രണ്ട് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണുള്ളത്, ന്യൂമോസെഫലോഗ്രാഫിയും സെറിബ്രൽ ആൻജിയോഗ്രാഫിയും. അപ്പോൾ എക്സ്റേ പോലെ തന്നെ സ്ട്രക്ചർ മാത്രമല്ല ഇവിടെ ഐഡന്റിഫൈ ചെയ്യുക, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്രെയിൻ സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് മെത്തേഡിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ റിപ്പബ്ലിക് വേൾഡ് e-commerce newspaper, where in Italy almost 3,000-year-old Egyptian mummy is undergoing a CT scan. So CT scan എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. CT scan എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി. അപ്പോൾ എക്സ്റേ ടെക്നിക്ക് തന്നെയാണ്, ബട്ട് കുറച്ചും കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റേ ടെക്നിക്കാണ്. അവിടെ അപ്പോൾ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു റിങ്ങിൽ കൂടെ പേഷ്യന്റിനെ കടത്തിവിടുകയും വൺ സൈഡ് എക്സ്റേ റോഡും വൺ സൈഡ് എക്സ്റേ ഡിറ്റക്ടറും ആയിരിക്കും. സോ ഈ ഒരു പേഷ്യന്റ് ഈ സിലിണ്ട്രിക്കൽ റിങ്ങിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പേഷ്യന്റിന്റെ ബ്രെയിനിന്റെ ഒരു എക്സ്റേ ഇമേജ് ആണ്, ആൻഡ് ദാറ്റ് ടു ഇൻ എ കമ്പ്യൂട്ടർ, ഒരു 3D ഇമേജ്. സോ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് CT സ്കാൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പൊ മൈഗ്രെയിൻ ഉള്ളവർ, സൈനസൈറ്റിസ് ഉള്ളവർ, അതല്ല ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹെമറേജസ് ഉള്ളവർ എല്ലാവരും ഈ CT സ്കാൻസ് എടുക്കാറുണ്ട്. ദ നെക്സ്റ്റ് മെത്തേഡ് ദാറ്റ് ഇസ് യൂസ്ഡ് ഇസ് MRI, മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഈസ് എ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, വേർ ദ ബ്രെയിൻ ഇസ് ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ എ മോർ ഡീറ്റെയിൽഡ് മാനർ. കുറച്ചും കൂടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ദ പേഷ്യന്റ് ഇസ് അഗൈൻ പാസ് ത്രൂ എ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഹോൾ, പക്ഷെ വിത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ മാഗ്നറ്റിക് റേസ് ആണ് എമിറ്റ് ഔട്ട് ചെയ്യുന്നത്. ഈ മാഗ്നറ്റിക് റേസ് ആണ് ആക്ച്വലി ഈ ബ്രെയിൻ വേവ്സിനെയും അല്ലെങ്കിൽ ബ്രെയിനിന്റെ കെമിക്കൽ ആക്ടിവിറ്റീസിനെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഡീറ്റെയിൽഡ് പിക്ചർ ഇസ് ഗിവൺ ഓർ ഗെറ്റഡ് ത്രൂ ദിസ് മെത്തേഡ്. And it is a very harmless method because no other injections is being given in order to identify the brain activity. Next one is positron emission tomography, PET scan.
This is a more favorable method എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഏതൊക്കെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എവിടെയൊക്കെ ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. Now you can see in this picture where a normal brain is given and an epileptic brain is given. So normal ബ്രെയിനിലുള്ള ആക്ടിവിറ്റീസ് ആണ് ആ ഓറഞ്ചിഷ് കളറിലായിട്ട് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ളത് ആക്റ്റീവ് അല്ലാത്ത ഏരിയാസിനെ കാണിക്കുന്നു. സോ ഓറഞ്ചസ് ആയിട്ടുള്ളത് ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിനെ കാണിക്കുന്നു. എപ്പിലെപ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ള ഈ അപസ്മാര രോഗമുള്ള ഒരു ഡിസോർഡർ ഉള്ള ആളുടെ ബ്രെയിൻ ആണ് നെക്സ്റ്റ് ഇമേജ് കാണിച്ചിരിക്കുന്നത്. വേർ ദ ഏരിയാസ് ഓഫ് ആക്ടിവേഷൻ ഡിഫേഴ്സ്. ആ ബ്രെയിനിന്റെ സൈസിലും വ്യത്യാസമുണ്ട്. സോ ഈ മെറ്റബോളിക് ആക്ടിവിറ്റീസിനെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡാണ് പെറ്റ് സ്കാൻ മെത്തേഡ്. ഇത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുകൊണ്ട് മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽസിലാണ് ഈ ഒരു മെത്തേഡ് ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. The next one is functional MRI, and that help to identify the blood flow, the changes in the blood flow, how much oxygen is being taken by the brain cells എന്നുള്ളതെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. The next one is diffusion tensor imaging, that is DTI. Avada it is identifying the water diffuses through the brain cells. എന്തൊക്കെ ഏതൊക്കെ ഏരിയയിലാണ് മൈലിൻ ഷീറ്റ് അല്ലെങ്കിൽ ആക്സോൺസിലുള്ള വാട്ടർ ഡിഫ്യൂസ് ഔട്ട് ചെയ്യുന്നത് ആൻഡ് വിച്ച് ആർ ദ ഡിഫറെന്റ് ഏരിയാസ് ദാറ്റ് ഇസ് ബീൻ കണക്റ്റഡ് എന്നുള്ളതിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. The next method is transcranial magnetic stimulation, TMS. അത് നമ്മളുടെ കോർട്ടിക്കൽ ഏരിയയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാണ്. ആസ് വി ക്യാൻ സീ ഇൻ ദ പിക്ചർ, നമ്മളുടെ ബ്രെയിനിന്റെ മുകളിൽ ഭാഗത്ത് ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള എനർജി കൊടുക്കുകയും ആൻഡ് അവിടെയുള്ള ന്യൂറോൺസിനെ ടെമ്പററി ആയിട്ട് ഇനാക്റ്റീവ് ആക്കുകയും ആൻഡ് ദാറ്റ് ഏരിയ ഈസ് ബീങ് സ്റ്റഡീഡ്. അതാണ് സംഭവിക്കുന്നത്. So next method kadakkunnadinu munne I wanted to ask you a question. I have given you a picture here and I want you to answer me which is the picture that is suiting well, or I want you to think which is the picture that is suiting well. Think madi, answer venda tota. Okay, onnum kude parayane. So before getting into the next method, I want you to think answer for this question. There is a picture that is being given with 4 divided column ഇല്ലേ? അതിൽ മുകളിലത്തെ പിക്ചർ ഒരു കുഞ്ഞു കിടക്കുന്നു, കുഞ്ഞിന് പനി ഉണ്ടോന്ന് അമ്മ തൊട്ട് നോക്കും. And the picture that is given next to it is a thermometer. So it has a connection. അതിന്റെ താഴെയുള്ള പിക്ചർ എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുന്നതാണ്, ഇലയൊക്കെ പറക്കുന്നു, പൂകളൊക്കെ പറന്നു പോകുന്നു. And the next column is blank. അപ്പൊ അവിടെ എന്താണ് കറക്റ്റായി ഫിൽ ആവുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഒരെണ്ണം കാറ്റിന്റെ ദിശ അറിയുന്ന കോമ്പസ്, ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ വിൻഡ് ഡയറക്ടർ. സെക്കൻഡ് വൺ ഒരു വിൻഡ് ഡയറക്ടർ ആണ്. തേർഡ് വൺ വെയിറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിൻ മെഷീൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് വിൻഡ് മിൽ. സോ വിച്ച് ഇസ് മോർ അപ്രോപ്രിയേറ്റ്? ഐ വോണ്ട് all of you to think about the answer. Yes, the second one is the correct one, wind director. And do you think so by just asking a simple question I could assess your reasoning capacity? I could assess one of the component of your IQ, intelligence in the component. And yes,
The next method that is used to assess the change or the different variations happening in the brain is neuropsychological assessment. It helps to assess the amount of impairment in behavior and cognitive activities after a brain injury or a damage. അതായത് ഒരു ആക്സിഡന്റ് കഴിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഡാമേജ് കഴിഞ്ഞു വരുന്ന ഒരു വ്യക്തിയിൽ ഏതൊക്കെ ബിഹേവിയേഴ്സിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസ് ഓഫ് ദി ബ്രെയിൻ ആണ് പ്രോബ്ലമാറ്റിക് ആയത്, അതല്ലെങ്കിൽ ഏതൊക്കെ കോഗ്നിറ്റീവ് തിങ്കിങ് കപ്പാസിറ്റീസ് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സിനെയാണ് ന്യൂറോസൈക്കോളജിക്കൽ അസസ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ. സോ IQ മെഷർ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ന്യൂറോസൈക്കോളജിക്കൽ അസസ്മെന്റ് മെത്തേഡ് ആണ് വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ. ആൻഡ് ദിസ് വാസ് ഡിസ്കവേർഡ് ബൈ ഡേവിഡ് വെച്ച്ലർ. അതുകൊണ്ട് തന്നെയാണ് ആ പേര് അങ്ങനെ വന്നിരിക്കുന്നത്. ആൻഡ് ഇൻ ദ ഇയർ 1939. സോ ബേസിക്കലി വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയില് ഒരു അഡൽട്ടിന്റെയും ചിൽഡ്രന്റെയും എല്ലാം IQ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. And how the intelligence, reasoning capacity, verbal capacity, then the mathematical ability and spatial, kinesthetic, all the abilities measure ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ ജനറലി എന്താണ്, ഇന്റലിജൻസ് പെർഫോമൻസ് ഓഫ് ദി അഡൽട്ടിനെ മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കുട്ടികളിൽ മെഷർ ചെയ്യുന്ന ആ ഒരു വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിലിനെ പറയുന്നത് വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ അഥവാ വിസ്ക് എന്നാണ്. ലേറ്റസ്റ്റ് എഡിഷൻ ആയതുകൊണ്ടാണ് 3 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് 4 years അല്ലെങ്കിൽ 4 years till 6.5 yearsലുള്ള കുട്ടികളുടെ IQ മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വെച്ച്ലർ സ്കെയിലാണ് വെച്ച്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്. The next method is the Halstead rating neuropsychological test battery. അതായത് കുറെ ടെസ്റ്റുകൾ ഒരുമിച്ച് വരുമ്പോൾ we call it battery. So ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് Halstead rating neuropsychological test battery എന്ന് പറയുന്നത്. And this type of assessment method actually help us to identify various changes or various behavioral pattern that is happening in the cognitive, sensory, expressive and motor functioning. The next method that is used is Luria Nebraska neuropsychological battery, and that was developed or established in the year of 1986, that helped to diagnose the brain damage and brain dysfunction of people. It is having a separate version for the children, and that is categorized between 8 to 12 years. The next neuropsychological assessment is the Ray Ostrich complex figure test. It is help to assess the visual perception and visual memory. വിഷന്റെ അതല്ല വിഷ്വൽ ആയിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന പെർസീവ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇതുപോലത്തെ കുറച്ച് ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള പിക്ചേഴ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു അസസ്മെന്റ് ടെക്നിക്ക് നടത്തുന്നത്. ഡെല്ലസ് കപ്ലാൻ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ്. സോ എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് എന്ന ആ ടെസ്റ്റ് ബാറ്ററിയിൽ പേരുള്ളത് പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ഫങ്ഷൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവ് ഫങ്ഷനിങ് ഇൻവോൾവ്സ് തിങ്കിങ്, ഇൻഹിബിഷൻ, പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, റീസണിങ്, ഡിസിഷൻ മേക്കിംഗ്, ഈ ഉള്ള എല്ലാ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസിനെയും മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് മെറ്റീരിയൽ ആണിത്. Now we will move on to an interesting activity. ഇവിടെ ഞാൻ 3 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ ഇത് കാണരുതായിരുന്നു, ബട്ട് ഇത് കണ്ടു പോട്ടെ. നിങ്ങൾ കണ്ണടച്ചിട്ട് ഞാൻ ഈ പറയുന്ന നമ്പേഴ്സ്, അതായത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആ സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ 2, 8, 1. Yes. Now can you repeat the next number that I am going to tell? 3, 6, 4, 8, 5, 2, 9. Yes, it is a bit more difficult. അല്ലേ? അപ്പൊ നമ്മളുടെ വർക്കിംഗ് മെമ്മറി കപ്പാസിറ്റി, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ നമ്പേഴ്സ് ഇപ്പൊ തന്നെ കേട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഫീഡ്ബാക്ക് തന്നു. ദാറ്റ് ഇസ് എൻ ഇമ്മീഡിയറ്റ് മെമ്മറി. സോ ആ വർക്കിംഗ് മെമ്മറി കപ്പാസിറ്റിനെ
മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണിത്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ്. വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിലിന്റെ ഒരു സബ് ടെസ്റ്റ് ആയി ഇതിന് ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഇസ് എ സെപ്പറേറ്റ് ന്യൂറോസൈക്കോളജിക്കൽ അസസ്മെന്റ് ടെസ്റ്റ്. ആസ് യു ക്യാൻ സീ ഇൻ ദ കോളംസ്, ഫോർവേഡ് ആയിട്ടും നമ്പർ പറയും, ബാക്ക്വേർഡ് ആയിട്ടും നമ്പർ പറയും. So depending upon each നമ്പറിന്റെ എണ്ണം കൂടി കൂടി വരും. Wisconsin card sorting test. As you have already seen in the video, that is a test that is used for assessing frontal lobe dysfunction. അതായത് നമ്മളുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഇരിക്കുന്ന മുൻവശത്തെ ഫ്രോണ്ടൽ ആയിട്ടുള്ള ലോബിന്റെ ഫങ്ഷനുകൾ, ഡിസ്ഫങ്ഷനുകൾ, അവിടെ എന്തെങ്കിലും ബ്രെയിൻ ഡാമേജോ ബ്രെയിൻ ഇഞ്ചുറിയോ സംഭവിച്ചാൽ ഏത് ഏരിയയിലാണ് ബുദ്ധിമുട്ടുള്ളത് എന്നെല്ലാം മനസ്സിലാക്കാൻ, അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ആൻഡ് ഡൈകോട്ടിക് ലിസണിംഗ് ടെസ്റ്റ്. ഇവിടെ we are assessing the hemispheric lateralization of language ability. അതായത് നമ്മളുടെ ബ്രെയിനിൽ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ. സോ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഇസ് മോർ ഡോമിനന്റ് ഫോർ ലാംഗ്വേജ് ആൻഡ് റൈറ്റ് ഇസ് മോർ ഡോമിനന്റ് ഫോർ നോൺ വെർബൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ. സോ ഈ ഒരു ബ്രെയിൻ ലാറ്ററലൈസേഷന്റെ ലാംഗ്വേജ് എബിലിറ്റിയിലുള്ള ഇമ്പോർട്ടൻസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡൈകോട്ടിക് ലിസണിംഗ് ടെസ്റ്റ്. The last point that we are going to discuss is the ethical issue that is happening in the research field. Ethical issue എന്ന് പറയുമ്പോൾ, as we already know, ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ബ്രെയിൻ ഇതുപോലെ ലീഷൻ ഉണ്ടാക്കി, അതല്ല ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്ത്, അതുമല്ല വിത്തൗട്ട് എനി ഹാംഫുൾ എഫക്റ്റ് ആയിട്ട്, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ മെഷർ ചെയ്യാൻ, സ്റ്റഡി നടത്താനും എല്ലാം ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് there are people who agrees for that. So what are the different ethical things that the researcher has to consider? അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിൽ മാത്രമല്ല ഇങ്ങനെ സ്റ്റഡി നടത്തുക. ദേ വിൽ ബി യൂസിങ് ആനിമൽസ്. റാറ്റ്സ് ആകാം, പിഗ്സ് ആകാം, ഡോഗ്സ് ആകാം, മൈസ് ആകാം, എന്തിനേയും അവർ ഉപയോഗിക്കും. So even if it is an animal, that is also a living thing. So there are certain things that the researcher has to take care. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആനിമൽസ് ആണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യണം, അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. സ്റ്റഡി തുടങ്ങുന്നതിന് മുന്നേയും സ്റ്റഡി കഴിയുമ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് എഫക്ട്സ് എല്ലാം ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എക്സ്പെരിമെന്ററിയാണ്. ആൻഡ് ഏത് ലാബോറട്ടറി കണ്ടീഷനിലാണ് ഈ സ്റ്റഡി നടത്തുന്നത് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം, പ്ലാൻഡ് ആയിരിക്കണം.
അതുപോലെ തന്നെ എന്തൊക്കെ സർജിക്കൽ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഇസ് ഡൺ ഡ്യൂറിങ് ദ എക്സ്പെരിമെന്റ്, അതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. So summing it up, ablation method, histological method, psychophysiological recording method, electrical stimulation, chemical stimulation, stereotaxic lesion, neuroimaging, neuropsychological assessment. Check out the value added notes as well as the questions, section and questions that is given in the SLM. Signing off, Tanya.